അറസ്റ്റിന് പിന്നാലെ ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരുടെ വസതിയായ ചെങ്ങന്നൂർ താഴ്മൺ മഠത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ റെയ്ഡ് 8 മണിക്കൂറിലധികം നീണ്ടു. എന്നാൽ കാര്യമായ രേഖകളോ വിലപിടിപ്പുള്ള സാധനങ്ങളോ ഒന്നും തന്നെ കണ്ടെടുക്കാനായില്ല. സ്വർണ്ണപ്പണിക്കാരനെ അടക്കം വീട്ടിലെത്തിച്ചായിരുന്നു തന്ത്രി കുടുംബത്തെ വലച്ച പരിശോധന. മരുമകളുടെ സ്വർണം തിരിച്ചറിയാനായി ആ വീട്ടുകാരനെ വിളിച്ചു വരുത്തി. ഇന്നലെ ഉച്ചയ്ക്ക് 2:48 തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിലെത്തിയ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SITയുടെ പരിശോധനാ സംഘം പരിശോധന പൂർത്തിയാക്കി അവിടെ നിന്നും മടങ്ങിയത് രാത്രി 11ഓടെയായിരുന്നു. 3:30 സമീപത്തെ ബാങ്കിലെ സ്വർണ്ണപ്പണിക്കാരനെയും ആഭരണങ്ങളുടെ പരിശോധനയ്ക്കായി വീട്ടിലെത്തിച്ചു. ഇതിനിടെ വീട്ടിലേക്കെത്തിയ തന്ത്രിയുടെ മകൻ്റെ ഭാര്യയെ SITയുടെ നിർദ്ദേശപ്രകാരം കാവൽ നിന്ന പോലീസുകാർ വീട്ടുമുറ്റത്ത് പോലും കയറ്റാതെ മടക്കി അയച്ചു. എന്നാൽ ഇത് വാർത്തയായതോടെ പോലീസ് തന്നെ അവരെ തിരികെ വിളിച്ച് വീട്ടിലേക്ക് കയറ്റി. ഇതിനിടെ തന്ത്രിയുടെ മകൻ്റെ ഭാര്യാപിതാവിനെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സ്വർണ്ണാഭരണങ്ങൾ മകൾക്ക് സമ്മാനിച്ചതെന്ന് ഉറപ്പുവരുത്തി. 8 മണിക്കൂർ നീണ്ട പരിശോധന പൂർത്തിയാക്കി സംഘം മടങ്ങുമ്പോൾ വിലപ്പെട്ട രേഖകളോ സ്വർണമുൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളോ ഇല്ലാതെ വെറും കൈയോടെയാണ് സംഘം മടങ്ങിയത്. പ്രധാന രേഖയോ വിലപിടിപ്പുള്ള രേഖയോ കണ്ടെത്തിയാൽ റവന്യൂ ഉദ്യോഗസ്ഥനും ജനപ്രതിനിധിയും സാക്ഷിയാക്കി വേണം അവ ഏറ്റെടുക്കാൻ. ഇവിടെ അത് ഉണ്ടായില്ലെന്നതും സംഘം പ്രതീക്ഷിച്ച തരത്തിൽ ഒന്നും കണ്ടെത്താൻ പരിശോധനയിൽ കഴിഞ്ഞില്ലെന്ന സൂചന നൽകുന്നു. സ്ത്രീകളും കുട്ടികളുമടക്കമുള്ള കുടുംബം രാത്രി വൈകിയും നീണ്ട പരിശോധനയിൽ നന്നേ ബുദ്ധിമുട്ടിയെന്നത് കാവൽക്കാരായ പോലീസുകാരെ പോലും മാനസികമായി ബുദ്ധിമുട്ടിച്ചു. ഇതേസമയം തന്ത്രിയുടെ അറസ്റ്റും റെയ്ഡുമെല്ലാം പിണറായി സർക്കാരിൻ്റെ പകപോക്കലിൻ്റെ ഭാഗമെന്ന ആക്ഷേപം ശക്തമാവുകയാണ്. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.